അസ്ഹാബുൽ ബദരീങ്ങളെ സംബന്ധിച്ചാണ് നമ്മളിവിടെ അനുസ്മരിച്ചത്. അവരുടെ നാമങ്ങൾ ഉച്ചരിച്ച് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് പ്രാർത്ഥന നിർവഹിച്ചിരിക്കുന്ന ഈ സദസ്സ് വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിലെ 111 ആയത്ത്. ബിസ്മി ഓതാൻ പാടില്ലാത്ത സൂറത്ത് തൗബ. ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്നഹ്. സത്യവിശ്വാസികളുടെ ശരീരവും അവരുടെ സമ്പത്തും അല്ലാഹു വാങ്ങിച്ചു വെച്ചിരിക്കുന്നു. ഇതൊരു മനോഹരമായ പദപ്രയോഗമാണ്. അല്ലാഹു കൊടുത്തത് അല്ലാഹു തന്നെ വാങ്ങിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞത്. സത്യവിശ്വാസികളുടെ ശരീരവും അവരുടെ സമ്പത്തും അവരിൽ നിന്ന് അല്ലാഹു വാങ്ങിച്ചു വച്ചിരിക്കുന്നു. ബിഅന്ന ലഹുമുൽ ജന്നഹ്, അവർക്ക് അല്ലാഹു അതിന് പകരം സ്വർഗം നൽകുമെന്ന അല്ലാഹുവിൻ്റെ വാഗ്ദത്ത പ്രകാരം. ഫയഖ്തുലൂന വയുഖ്തലൂന വഅദൻ അലൈഹി ഹഖ്ഖൻ ഫിത്തൗറാത്തി വൽ ഇൻജീലി വൽ ഫുർഖാൻ. ധർമ്മസമരങ്ങളുടെ സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ ആ യുദ്ധക്കളങ്ങളിലേക്ക് ഇറങ്ങുകയും യുദ്ധം ചെയ്യുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്തവര്, അവർക്ക് അല്ലാഹു സത്യമായും വാഗ്ദത്തം ചെയ്ത വാഗ്ദാനം ഖുർആനിലും തൗറാത്തിലും ഇൻജീലിലും സ്പഷ്ടമാണല്ലോ. വമൻ ഔഫാ ബിഅഹ്ദിഹി മിനല്ലാഹ്, സ്വർഗം പകരം തരാമെന്ന് അല്ലാഹു പറഞ്ഞത് അല്ലാഹു പൂർത്തിയാക്കുക തന്നെ ചെയ്യുമല്ലോ. ഫസ്തബ്ശിറൂ ബിബൈഇകുമുല്ലദീ ബായഅതും ബിഹി വദാലിക ഹുവൽ ഫൗസുൽ അളീം. അതുകൊണ്ട് അല്ലാഹു നിങ്ങളോട് ചെയ്ത ഈ കച്ചവടം സത്യസന്ധമായും വിജയത്തിൻ്റെ കച്ചവടമാണെന്ന് സന്തോഷിച്ചോളൂ. ഇതുതന്നെയല്ലയോ ഏറ്റവും നല്ല വിജയം? സമ്പത്തും ശരീരവും അല്ലാഹുവിന് സമർപ്പിക്കുക. ജീവിതത്തിൻ്റെ സർവധർമ്മവും അല്ലാഹുവിന് വേണ്ടിയായിരിക്കുക. മുതഅല്ലിമീങ്ങൾ ഇൽമു പഠിക്കുന്നത് അല്ലാഹുവിന് വേണ്ടിയായിരിക്കുക, പഠിപ്പിക്കുന്നത് അല്ലാഹുവിന് വേണ്ടി. നമ്മുടെ കച്ചവടങ്ങളിൽ നിന്ന് മിച്ചമാകുന്നത് അല്ലാഹുവിൻ്റെ പൊരുത്തത്തിൽ ചെലവഴിക്കാൻ. ഇങ്ങനെ അല്ലാഹുവിനോട് ചെയ്ത ഒരു കച്ചവടം അത് വിജയിച്ച കച്ചവടമാണ്. റബിഹൽ ബൈഉ, റബിഹൽ ബൈഅ, വിജയിച്ച കച്ചവടമെന്ന് പരിശുദ്ധ നബി തങ്ങൾ പറഞ്ഞ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ചെയ്യുന്ന ത്യാഗമാണ്. ഇത് തൗഹീദിന് വേണ്ടി ചെയ്യുന്ന ത്യാഗമാണ്. 14ഓളം സ്വഹാബിമാർ ഷഹീദാവുകയും 313-ലേറെ സ്വഹാബിമാർ സംബന്ധിക്കുകയും ചെയ്ത പരിശുദ്ധമായ ബദറിനെയാണ് നമ്മൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതൊരു ത്യാഗമാണ്. ലിയഹ്യ മൻ ഹയ്യ അൻ ബയ്യിന വയഹ്ലിക മൻ ഹലക അൻ ബയ്യിന. പരിശുദ്ധമായ ഈ ഒരു ധർമ്മസമരത്തെക്കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത്, ഇതിനു ശേഷം ജീവിക്കുന്നവരറിയട്ടെ, സത്യം പുലർന്നതിന് ശേഷമാണ് അവർ ജീവിക്കുന്നത്. ഇതിനു ശേഷം ജീവിക്കുന്നവരറിയട്ടെ, അധർമ്മം പരാജയപ്പെട്ടിടത്താണ് അവർ ജീവിക്കുന്നത് എന്ന്. സത്യവും അസത്യവും വേർതിരിക്കപ്പെട്ട ഒരു ദിനമായിരുന്നു ബദർ. യൗമൽ തഖൽ ജംആൻ യൗമൽ ഫുർഖാൻ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ സമയം. ബദർ ശുഹദാക്കളിൽ ഹാരിസത്ത് ബിൻ സുറാഖ റളിയല്ലാഹു തആല അൻഹുവിനെ നമുക്ക് എന്താണെന്നാ നിങ്ങൾ വിചാരിച്ചത്? ഇന്നഹാ ജിനാനുൻ, ഇത് ഒരു സ്വർഗമല്ല, ഒരുപാട് സ്വർഗങ്ങളാണ്. വ ഇന്ന ഹാരിസ അസ്വാബൽ ഫിർദൗസൽ അഅല, ഹാരിസ ഈ സ്വർഗത്തിലെ ഏറ്റവും ഉന്നതങ്ങളിൽ എത്തിയിരിക്കുന്നു എന്ന് ഹാരിസ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പരിശുദ്ധ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബദരിയായ സ്വഹാബിയാണ്. യഅമലൂ മാ ശിഅ്തും ലഅല്ലല്ലാഹ അത്വല അലാ അഹ്ലി ബദരിൻ ഫഖാൽ യഅമലൂ മാ ശിഅ്തും ഫഇന്നി ഗഫർതു ലക്കും. നിങ്ങൾക്ക് വേണ്ടത് ചെയ്യാം ബദരീങ്ങളെ, നിങ്ങൾക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുന്നു എന്ന് അല്ലാഹു വിളിച്ചു പറഞ്ഞവരാണ് അസ്ഹാബുൽ ബദർ. അല്ലാഹു അവരുടെയൊക്കെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് സജ്ജനങ്ങളിലേക്ക് അല്ലാഹു നമ്മെ ചേർക്കുകയും അവർക്ക് അല്ലാഹു നൽകുന്ന സ്വർഗ്ഗലോകത്തേക്ക് നമ്മയും അല്ലാഹു പ്രവേശിപ്പിക്കുകയും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിബിതങ്ങൾ സ്വഹാബികൾ
നമ്മുടെ മുൻഗാമികൾ കഷ്ടത അനുഭവിച്ചത് കുടുംബം പോറ്റാനല്ല, അവർ പ്രയാസപ്പെട്ടത് വീട് പണി തീർക്കാനല്ല, അവർ പ്രയാസപ്പെട്ടത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ്, ഈ തൗഹീദിന്റെ വെളിച്ചം കൊണ്ടു നടന്നപ്പോഴാണ്. അതിന് പ്രയാസം ഉണ്ടായിട്ടുണ്ട്, വലിയ പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പരിശുദ്ധരായ സ്വഹാബിമാരും പ്രയാസങ്ങൾക്ക് വിധേയരാകുന്ന നേരം ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അരികത്ത് വന്നുകൊണ്ട് പറഞ്ഞുവല്ലോ, നബി തങ്ങൾ കഅബാലയത്തിൻ്റെ ചുമരിലേക്ക് ചാരി നിൽക്കുകയാണ്. യാ റസൂലല്ലാഹ് അലാ തദ്ഉ ലനാ അലാ തസ്തൻസിറു ലനാ, നബിയെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ലേ? നബിയെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നില്ലയോ? നബിയെ ഞങ്ങൾ പ്രയാസത്തിലാണ് റസൂലേ. മക്കയിലെ കാലം ഇതുപോലെ നടക്കാൻ പറ്റുമോ? നിസ്കരിക്കാൻ പറ്റുമോ? പ്രത്യക്ഷത്തിൽ കഴിയില്ലായിരുന്നു. നബിയെ ഞങ്ങളുടെ സമ്പത്തും മക്കളും ബന്ധുക്കളും ഞങ്ങളുടെ വീടും കച്ചവടവും ഒന്നും സുരക്ഷിതമല്ല നബിയെ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ഇറക്കണം. അന്നേരം അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞ മറുപടിയുണ്ട്, യാ ഖബ്ബാബ്, ഖബ്ബാബേ നിങ്ങളുടെ മുൻഗാമികൾ ഇതിലേറെ പ്രയാസം അനുഭവിച്ചവരാണ്. ജീവനോടെ ജീവനുള്ള ഒരു മനുഷ്യനെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായിട്ട് മറ്റാരുമില്ല എന്ന തൗഹീദിൻ്റെ വിശ്വാസം കൈക്കൊണ്ടതിൻ്റെ പേരിൽ, വിശ്വസിച്ചതിൻ്റെ പേരിൽ ജീവനുള്ള ഒരു മനുഷ്യനെ മുമ്പിലേക്ക് കൊണ്ടുവരികയും ഒരു മരം ഈർച്ചവാളുകൊണ്ട് മുറിച്ചു മാറ്റുന്ന പോലെ മൂർധാവിലൂടെ മൂർച്ചയുള്ള വാള് വെച്ച് യഫ്ലിഖുഹു ഫിൽ ഖതൈൻ, രണ്ട് ഭാഗമാക്കി അവരെ ഈർന്നെടുക്കാറുണ്ടായിരുന്നു. വമാ യറുദ്ദുഹു അൻ ഈമാനിഹി, അതുകൊണ്ടൊന്നും അവരുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോയിരുന്നില്ല. എന്താണ് വിചാരിക്കുന്നത് ഖബ്ബാബേ? ഇതിലും വലിയ പ്രയാസങ്ങൾ നമുക്ക് സഹിക്കേണ്ടി വരികയില്ലേ? മക്കള് സുരക്ഷിതമല്ല എന്ന പേര് പറഞ്ഞ് നിങ്ങൾ പ്രയാസപ്പെടുകയാണോ? ഫവല്ലാഹ്, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ലയുതിമ്മന്നല്ലാഹു ഹാദദ്ദീൻ, കുറച്ചു കാലം നമ്മൾ ക്ഷമിച്ചാൽ ഈ ദീനിനെ അള്ളാഹു ലോകത്ത് വിജയിപ്പിക്കുക തന്നെ ചെയ്യും. ഹത്താ യസീറ റാകിബു മിൻ സൻആ ഇലാ ഹദ്റമൗത്ത് ലാ യഖാഫു ഇല്ലല്ലാഹ വദ്ദിബ അലാ ഗനമിഹി. സൻആയിൽ നിന്ന് ഹദ്റമൗത്തിലേക്ക് ഒരു പെണ്ണിന് ഒറ്റക്ക് യാത്ര പോകാൻ കഴിയുന്ന ഒരവസരം വരും. ആരെയും പേടിക്കാതെ, ആരും അവളെ കണ്ണുവെക്കുകയോ അവരെ പ്രയാസപ്പെടുത്തുകയോ ചെയ്യാതെ ഒറ്റക്ക്, അള്ളാഹുവിനെ അല്ലാതെ തൻ്റെ ആടുകളെ ചെന്നായ കടിച്ചു കൊണ്ടുപോകുമോ എന്ന ചെന്നായ്ക്കളെയുമല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും ആലോചിക്കേണ്ടി വരാത്ത വിധം അള്ളാഹുവിൻ്റെ ദീൻ സുരക്ഷിതമായി വിജയം വരിക്കും. വലാകിന്നകും തസ്തഅജിലൂൻ, പക്ഷേ നിങ്ങൾ ധൃതി കൂട്ടുകയാണ്, നിങ്ങൾ ധൃതിപ്പെടുകയാണ്. ഇത് നിങ്ങൾ പറയാം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ തൗഹീദിന്റെ വെളിച്ചത്തിനാണ് കഷ്ടപ്പാടുകളെല്ലാം അവരനുഭവിച്ചത്. മാ ളന്നുക ബിസ്നൈനി യാ അബാബക്കർ, യാ അബാബക്കർ മാ ളന്നുക ബിസ്നൈനി അല്ലാഹു സാലിസുഹുമാ ഇന്നല്ലാഹ മഅനാ ലാ തഹസൻ. രണ്ടുപേര് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും അല്ലാഹുവിൻ്റെ റസൂലും ചൂടുള്ള മരുഭൂമിയിലെ ഏറ്റവും ചൂടുള്ള ഒരു മലമുകളിൽ പാറക്കെട്ടിൻ്റെ ഉള്ളിൽ ആരാരും കാണാതെ ഒളിച്ചിരുന്ന സൗർ ഗുഹയുടെ ചരിത്രം നമുക്ക് മറക്കാൻ കഴിയുമോ? അല്ലാഹുവിൻ്റെ റസൂലേ, ലൗ അന്ന അഹദഹും നളറ ഇലാ മൗത്തിനി ഖദമൈഹി ലറആനാ, നബിയെ അവരാരെങ്കിലും അവരുടെ കാലിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് ചെരിഞ്ഞു നോക്കിയാൽ തന്നെ ഈ ഗുഹയിലിരിക്കുന്ന നമ്മളെ കാണുമല്ലോ എന്ന് അല്ലാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചപ്പോഴാണ് ഈമാനിൻ്റെ വെളിച്ചം ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സിദ്ദീഖ് തങ്ങളോട്, യാ അബൂബക്കർ, അബൂബക്കറെ മാ ളന്നുക ബിസ്നൈനി അല്ലാഹു സാലിസുഹുമാ, അള്ളാഹു കൂടെയുണ്ടെങ്കിൽ, നമ്മൾ രണ്ടുപേരുടെ കൂടെ അള്ളാഹു മൂന്നാമനായിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? നമുക്ക് അങ്ങനെ ഒരു തോന്നൽ അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് തോന്നാറുണ്ടോ? എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്,
എൻ്റെ കൂടെ എൻ്റെ രക്ഷിതാവുണ്ട്, എൻ്റെ കൂടെ എൻ്റെ പടച്ച തമ്പുരാനുണ്ട്, ഞാൻ എന്തിന് പേടിക്കണം? മാ ظنك بثنين الله ثالثهما لا تحزن إن الله معنا. സിദ്ദീഖേ, നിങ്ങൾ സങ്കടപ്പെടരുത്, അല്ലാഹു നമ്മളോടൊപ്പമുണ്ട്. തൗഹീദിൻ്റെ വെളിച്ചമാണത്. ആ ഒരു വെളിച്ചം ഏതൊരു കൽബിലേക്കെങ്ങാനും കടന്നു കഴിഞ്ഞാൽ ആ ഹൃദയത്തിനുള്ളിൽ ശുഭാപ്തി വിശ്വാസമാണ് എന്ത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ കഴിയുന്ന ഒരു വിശ്വാസം. സുറാഖത്ത് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻ, സുറാഖത്ത് ഇബ്നു മാലിക് എന്നവരെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മരുഭൂമിയിൽ പിന്തുടർന്ന രംഗം. യാ സുറാഖ കൈഫ ബിക ഇദാ സവ്വറകല്ലാഹു ബിസിവാറൈ കിസ്റ വ ഖൈസർ. സുറാഖ, അല്ലാഹുവിൻ്റെ റസൂലിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല ചെയ്യാൻ വന്ന സുറാഖത്ത് ഇബ്നു മാലിക്കിനോട് അല്ലാഹുവിൻ്റെ റസൂൽ ചോദിച്ചുവല്ലോ, സുറാഖ, നിങ്ങളുടെ കൈകളിൽ കിസ്റ, ഖൈസർ രാജാക്കന്മാരുടെ സ്വർണ്ണവളകൾ അണിയിക്കപ്പെടുമ്പോൾ എങ്ങനെയുണ്ടായിരിക്കും? മഹാനായ സുറാഖ റളിയല്ലാഹു അൻഹു അന്ന് അല്ലാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു, നബിയേ കിസ്റ ഇബ്നു ഹുർമുസ്, അത് കിസ്റയുടെ മകൻ ഹുർമുസ് ആണോ? അതെ, കിസ്റ ഇബ്നു ഹുർമുസ്. ഇസ്ലാമിക സാമ്രാജ്യം, ഇസ്ലാമിൻ്റെ മുമ്പിൽ റോമ പേർഷ്യൻ സാമ്രാജ്യങ്ങള് പഞ്ചപുച്ഛമടക്കി കീഴടങ്ങുമെന്ന് നിബിതങ്ങൾ പ്രഖ്യാപിക്കുന്നത് ദീനുമായി നിബിതങ്ങൾ രക്ഷപ്പെട്ട് ഓടുന്ന സമയത്താണ്. ഹിജ്റ പോകുന്ന നേരത്ത് മദീന കീഴ്പ്പെടുമെന്നല്ല പറഞ്ഞത്. ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായ കിസ്റ, സീസർമാരുടെ റോം, ഖുസ്റുമാരുടെ കിസ്റ, ഇതെല്ലാം ഇസ്ലാമിൻ്റെ പരിധിയിലേക്ക് വരുമെന്ന ഏറ്റവും വലിയ ശുഭാപ്തി വിശ്വാസം അഷ്റഫുൽ ഖൽഖ് തങ്ങൾ കാണിച്ചത് വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ അല്ലാഹുവിൻ്റെ ഹബീബ് ത്യാഗപര്യടനം നടത്തുമ്പോഴാണ്. മദീനയിലേക്കുള്ള യാത്രക്കിടയിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിശ്വാസ വെളിച്ചമാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് നൽകിയത്. അല്ലാഹു ഏകനാണ്, സർവേശ്വരനായ അല്ലാഹുവിൻ്റെ സൃഷ്ടികളാണ് നമ്മൾ. യതസറഫു ഫീഹാ കൈഫ യശാ. ഹുസൈൻ ഇബ്നു ഉബൈദുൽ ഖുസാഇ റളിയല്ലാഹു അൻഹു അന്ന് മുസ്ലിമല്ല. അല്ലാഹുവിൻ്റെ റസൂൽ കണ്ടപ്പോൾ ചോദിച്ചു, കം തഅബുദു യാ ഹുസൈൻ, ഹുസൈനെ നിങ്ങൾക്ക് എത്ര ദൈവങ്ങളുണ്ട്? അദ്ദേഹം ഒരു ബഹുദൈവ ആരാധകനാണ്. വിവിധങ്ങളായ കാര്യങ്ങൾക്ക് വിവിധ ദൈവങ്ങൾ. ഇസ്ലാമിക ആദർശം അതല്ലല്ലോ. സർവേശ്വരനായ ഒരാൾ, എല്ലാം കഴിവുള്ള ഒരു പടച്ചവൻ. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിശ്വാസം. ഹുസൈനെ കം തഅബുദു യാ ഹുസൈൻ, ഹുസൈനെ നിങ്ങൾക്ക് എത്ര ആരാധ്യന്മാരുണ്ട്, എത്ര ദൈവങ്ങളുണ്ട്? ലീ സബ്അ, എനിക്ക് 7 ദൈവങ്ങളുണ്ട് നബിയെ, 7 ദൈവം. തങ്ങൾ ചോദിച്ചു, ഐനഹും, എവിടെയാണ് ഈ ദൈവങ്ങളൊക്കെ? ഖാല സിത്തത്തും ഫിൽ അർളി വവാഹിദും ഫിസ് സമാ. ഞങ്ങളുടെ ദൈവങ്ങളിൽ 6 ഭൂമിയിൽ, 1 ആകാശത്ത്. ഇത് പറഞ്ഞപ്പോ മഹാനായ ഹുസൈൻ ഇബ്നു ഉബൈദുൽ ഖുസാഇ എന്ന് പറഞ്ഞ ജാഹിലിക്കാരനോട് മഹാനായ നബി തങ്ങൾ ചോദിച്ചു, മല്ലി റഗ്ബിക വറഹ്ബിക, മല്ലി റഗ്ബിക വറഹ്ബിക. ഹുസൈനെ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകാൻ, നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ, നിങ്ങളുടെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ ഏത് പടച്ചവനെയാണ് നിങ്ങൾ വിളിക്കുന്നത്? ഖാല മൻ ഫിസ് സമാ അല്ലദീ ഫിസ് സമാ. അന്നേരം ഞാൻ ആകാശത്തുള്ളവനെയാണ് വിളിക്കുക. അല്ലാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, ഫതുറുകുല്ലദീ ഫിൽ അർളി വഅബ്ദുല്ലദീ ഫിസ് സമാ. എന്നാൽ ഭൂമിയിലുള്ള 6 വലിച്ചെറിഞ്ഞിട്ട് ആകാശത്തുള്ള ഒരുത്തനെ നിനക്ക് സ്വീകരിച്ചാൽ പോരെയോ? അതൊരു യുക്തമായി തോന്നി ഹുസൈൻ എന്നവർക്ക്. നബിയേ ഫമാദാ ഖൂൽ, ഞാൻ എന്താണ് അതിനു വേണ്ടി പറയേണ്ടത്? ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയേ, മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയേ. ഇസ്ലാമിലേക്കുള്ള വരവായിരുന്നു അത്. 7 ദൈവങ്ങളിൽ 6 മാറ്റിവെച്ച് ഒരേ ഒരുത്തനായ അള്ളാഹുവിനെ സ്വീകരിച്ച് ഹുസൈൻ ഇബ്നു ഉബൈദുൽ ഖുസാഇ
റളിയല്ലാഹു തആല അൻഹു ദീനിലേക്ക് കടന്നു വന്നു ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കൂടെ. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് യൂനുസ് ഇബ്നു മത്താ എന്ന മഹാനായ അഷ്റഫുൽ ഖൽഖിന്റെ പ്രവാചക പരമ്പരയിലെ സുഹൃത്ത്, നബിതങ്ങളുടെ അഖും ഫിൽ അംബിയാ യൂനുസ് ഇബ്നു മത്താ അലൈഹിസ്സലാം, ഇറാഖിലെ നീനവായിൽ വന്ന പ്രവാചകൻ. ആ പ്രവാചകനെ മത്സ്യത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വെളിച്ചമല്ലയോ? വനാദാ ഫിൽ ളുലുമാത് അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ത്വായിഫിലേക്ക് നബിതങ്ങൾ ചെന്നപ്പോൾ അവിടെ അദ്ദാസ് എന്ന് പറയുന്ന ഒരു സ്വഹാബിയെ കണ്ടിട്ടുണ്ട്. സ്വഹാബിയല്ല, അന്ന് അദ്ദേഹം ഒരു അടിമയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ അവരെ കല്ലെടുത്ത് എറിഞ്ഞു ഓടിച്ചപ്പോ നബി തങ്ങൾക്ക് തിന്നാനുള്ള മുന്തിരി കൊണ്ടുകൊടുത്ത് നബി തങ്ങളത് ആരുടേതാണെന്ന് ചോദിച്ച് പൊരുത്തമുള്ളതെന്നോ എന്ന് ഉറപ്പുവരുത്തി മുത്തനബി തങ്ങൾ ആ മുന്തിരി വായിലേക്ക് കൊണ്ടുപോകുമ്പോൾ പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കാരുണ്യവാനും കരുണാനിധിയുമായ അല്ലാഹുവേ, നിന്റെ നാമത്തിൽ ഞാൻ ഭക്ഷിക്കുന്നു. ഇത് പറഞ്ഞപ്പോൾ അദ്ദാസ് ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഇങ്ങനെ ആരും ഇവിടെ പറയാറില്ലല്ലോ ഭക്ഷണം കഴിക്കുമ്പോൾ. മുത്തനബി തങ്ങൾ പറഞ്ഞു, ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, എനിക്ക് മുമ്പും പ്രവാചകന്മാർ വന്നിട്ടുണ്ടല്ലോ, ഞാൻ അന്ത്യപ്രവാചകനാണ്. അദ്ദാസ് എന്നവരോട് നബി തങ്ങൾ ചോദിച്ചു, പേരെന്താണ്? അദ്ദാസ്. നാടെവിടെയാണ്? ഇറാഖിലെ നീനവായിലാണോ? നീനവ യൂനുസ് ഇബ്നു മത്തായുടെ, യൂനുസ് നബിയുടെ നാടായ നീനവക്കാരനോ? ത്വായിഫുകാരനായ ത്വായിഫിൽ ജോലി ചെയ്യുന്ന അദ്ദാസ് എന്നവരെ ചോദിച്ചു, അല്ല മുഹമ്മദ് നബിയെ, ഇറാഖിൽ കിടക്കുന്ന നീനവായുടെ കഥ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? പറഞ്ഞു, നിങ്ങളുടെ പ്രവാചകൻ യൂനുസ് ഇബ്നു മത്താ എൻ്റെ പ്രവാചക കുടുംബത്തിലെ സഹോദരനാണ്. യൂനുസ് നബിയുടെ പിന്മുറക്കാരായി അന്ത്യപ്രവാചകരായി വന്ന നബിയാണ് ഞാൻ. ഖാല അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിച്ചു. യൂനുസ് ഇബ്നു മത്താ പ്രവാചകൻ ഇറാഖിൽ നിന്ന് കപ്പൽ കയറിയിട്ട് മെഡിറ്ററേനിയൻ കടലിലോ അല്ലെങ്കിൽ പേർഷ്യൻ ഗൾഫിലോ രണ്ടാലൊരിടത്ത് ആ കപ്പലിൽ നിന്ന് മഹാനവറുകളെ പുറത്തേക്കെറിയുന്ന ചരിത്രം നമുക്കറിയാം. സമുദ്രത്തിൻ്റെ ഉള്ള്, മത്സ്യത്തിൻ്റെ വയറ്റിൻ്റെ ഉള്ള്, അതും അംബർ, ഹൂത്തുൽ അംബർ എന്ന് പറയുന്ന ആംബർ വെയിൽ എന്ന് പറയുന്ന പ്രത്യേകതരം ഒരു തിമിംഗലമുണ്ട്. മനുഷ്യനെ വിഴുങ്ങാൻ കഴിയുന്ന തൊണ്ടയുടെ വലുപ്പമുള്ളത് ആംബർ വെയിലുകൾക്കാണ്. ആ ആംബർ വെയിൽ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിനെ വിഴുങ്ങിയെടുത്ത് മത്സ്യത്തിൻ്റെ വയറിൻ്റെ സങ്കുചിതത്വത്തിൽ ഇരുട്ടിൻ്റെ ഉള്ളിൽ വനാദാ ഫിൽ ളുലുമാത്, ഇരുളുകളുടെ മടമടക്കുകൾക്കുള്ളിൽ നിന്ന് മഹാനായ പ്രവാചകൻ ദുആ ചെയ്തു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. സർവേശ്വരനായ അല്ലാഹുവേ, ആരാധനക്കർഹനായിട്ട് നീയല്ലാതെ മറ്റാരുമില്ല. സുബ്ഹാനക, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു റബ്ബേ. ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാൻ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് റബ്ബേ എന്ന് യൂനുസ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങിയ നേരം ലാ ഇലാഹ ഇല്ലല്ലാഹ് മത്സ്യത്തിൻ്റെ വയറ്റിനുള്ളിൽ മുഴങ്ങിയപ്പോഴാണ് അള്ളാഹു മത്സ്യത്തോട് കടൽക്കരയിൽ വന്ന് ഛർദ്ദിക്കാൻ പറയുന്നത്. പ്രവാചകൻ നബി തങ്ങൾ പറയുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ അസ്വാബഹു ഹമ്മുൻ ഔ ഗമ്മുൻ ഫഖാൽ, ആർക്കെങ്കിലും കനത്ത ദുഃഖമോ ഭാരമേറിയ സങ്കടമോ വരുമ്പോൾ നിങ്ങളാരെങ്കിലും മനസ്സുറപ്പിച്ച് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്നുച്ചരിച്ചാൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജ വമിൻ കുല്ലി ളീഖിൻ മഖ്റജ. അവർക്ക് അല്ലാഹു പ്രയാസങ്ങളിൽ നിന്ന് മോചനവും ദുഃഖങ്ങളിൽ നിന്ന് അല്ലാഹു സങ്കടം കൊണ്ട് അല്ലാഹു സങ്കടങ്ങളിൽ നിന്ന് ദുഃഖങ്ങളിൽ നിന്ന് സന്തോഷത്തിലേക്കുള്ള വഴിയും അല്ലാഹു തുറന്നു കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ആത്മിക സദസ്സാണ്. അല്ലാഹുവിൻ്റെ ദിക്റിലൂടെയും അവനെ ഓർക്കുന്നതിലൂടെ മാത്രമല്ലേ സമാധാനം ലഭിക്കൂ. സമ്പത്ത് കൊണ്ട് നമുക്ക് വാങ്ങിച്ചു കൂട്ടാവുന്നതൊക്കെ വാങ്ങിക്കാം, സമാധാനം കിട്ടുമോ? ഇല്ല, ഒരിക്കലുമില്ല. അല്ലാഹുവിനെ ഓർക്കാത്തവർക്ക് സമാധാനമില്ലല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വെളിച്ചമില്ലാത്തവർക്ക് എന്ത് സമാധാനം? ലോകത്ത് പോകേണ്ടിടത്തൊക്കെ അവർക്ക് ടൂർ പോകാം,
ഏറ്റവും നല്ല മനോഹരമായ റിസോർട്ടുകളിൽ അവർക്ക് പോയി താമസിക്കാം. പക്ഷേ മനസ്സമാധാനം എന്നൊരു സംഗതി അതുമാത്രം അവർക്ക് ലഭിക്കുകയില്ല. അതുമാത്രം ലഭിക്കുകയില്ല. എന്തെല്ലാം സമ്പത്ത് ചെലവഴിച്ചാലും അതുമാത്രം എന്തുകൊണ്ട് ലഭിക്കില്ല? ആത്മാവിനെ ശരീരത്തിലേക്ക് സന്നിവേശിപ്പിച്ചവൻ അല്ലാഹുവാണ്. ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, ഈ ആത്മാവ് എൻ്റെ റബ്ബിൻ്റെ സവിശേഷമായ സൃഷ്ടിയാണ്. ആ ആത്മാവിൻ്റെ ഭക്ഷണം അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണയാണ്. ആ ഓർമ്മയില്ലെങ്കിൽ എങ്ങനെ മനുഷ്യ മനസ്സിന് സമാധാനമുണ്ടാകും? വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ ഖാല റബ്ബി ലിമ ഹശർതനി അഅമാ വഖദ് കുൻതു ബസീറാ ഖാല കദാലിക അതത്ക ആയാതുനാ ഫനസീതഹാ ഫകദാലികൽ യൗമ വകദാലികൽ യൗമ തുൻസാ ومن أعرض عن ذكري فإن له معيشة ضنكا. എൻ്റെ സ്മരണയിൽ നിന്ന് ആരുടെ മനസ്സ് വഴിമാറുന്നുവോ? ഖുർആൻ ഓതാൻ സമയമുണ്ടായിട്ട് പാട്ട് കേൾക്കുക, ദിക്ർ ചൊല്ലാൻ നേരമുണ്ടായിട്ട് സിനിമയും കണ്ടിരിക്കുക, തസ്ബീഹ് ചൊല്ലാൻ നേരമുണ്ടായിട്ട് വെറുതെ ഫേസ്ബുക്കിലും വാട്സപ്പിലും കയറിയിരിക്കുക. നമുക്ക് അള്ളാഹുവിനെ ഓർക്കാനൊരു സമയം കിട്ടിയിട്ട് അതിനേക്കാളും ഒരു പ്രയോറിറ്റി മറ്റൊന്നിന് കൊടുത്താൽ മനസ്സമാധാനം കിട്ടൂല. കാലാകാലം വാട്സപ്പിൽ തന്നെ ഇരിക്കേണ്ടി വരും. മനസ്സമാധാനം കിട്ടൂല, മനസ്സിനൊരു റാഹത്തും വരില്ല. പാട്ടും സിനിമയും ബഹളങ്ങളും ഒച്ചപ്പാടുകളും അതൊക്കെ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് പിശാച്ച്, അല്ലാഹു തആല തന്നെ പറയും, പിശാച്ച് മനുഷ്യനിൽ അതൊക്കെ നല്ലതാണെന്ന് കാണിച്ചു തരുന്നതാണ്. മുതഅല്ലിമീങ്ങൾക്ക് വരെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചാലഞ്ചസ് അതാണ്. മൊബൈൽ ഫോണുമുള്ള കളി, കിതാബോധ നേരമില്ല, ഇറാബ് ചൊല്ലി പഠിക്കാൻ സമയമില്ല, ഒക്കെ മൊബൈലുമോ കളിച്ചിരിക്കുക. ദർസിലും അറബി കോളേജിലും റോട്ടിലും അങ്ങാടിയിലും പള്ളിക്കുള്ളിലും പുറത്തും ഒക്കെ മനുഷ്യൻ അള്ളാഹുവിൻ്റെ വിഷയവും മാറ്റിവെച്ച് നമ്മൾ മറ്റൊന്നിലേക്കാണ് സമയം കൊടുക്കുന്നത്. ഇത് വലിയൊരു പരാജയമാണ്. പരാജയത്തിൽ പെട്ടുപോയതിന് ശേഷമായിരിക്കും തിരിച്ചറിയാം. അതുവരെ നമുക്കറിയാൻ പറ്റില്ല. അത് നമ്മൾ രസത്തിലങ്ങനെ പോവും. വിലപ്പെട്ട ഒരുപാട് സമയം നമ്മൾ കൊല്ലാണ്. അള്ളാഹു പറയുന്നു, നോക്കൂ, വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ. എൻ്റെ സ്മരണയിൽ നിന്ന് ആരാണ് മുഖം തിരിക്കുന്നത്? ഉണ്ടല്ലോ, വേണ്ട, ഇപ്പം വേണ്ട, അതായി മുഖം തിരിക്കുക എന്ന് പറഞ്ഞാൽ ഓതാ നേരുണ്ട്, ഞാൻ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കട്ടെ, അള്ളാഹിൻ്റെ കിതാബുകളുണ്ട്, ആ കിതാബ് മാറ്റി വെച്ചിട്ട് നമ്മൾ ബാക്കി കിതാബിലേക്ക് പോകുന്നത്. ആ അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിന്ന് നമ്മൾ മുഖം തിരിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ? فإن له معيشة ضنكا. ഇടുങ്ങിയ ജീവിതമാണ് അവർക്കുണ്ടാവുക. എത്ര വലിയ വീടാണെങ്കിലും, എത്രയായിരം സ്ക്വയർ ഫീറ്റുകൾ ഉണ്ടെങ്കിലും ആ വീടിനുള്ളിൽ സമാധാനം എന്ന സംഗതി മാത്രമുണ്ടാവില്ല. ബാക്കിയൊക്കെ ഉണ്ടാവും, എല്ലാ സൗകര്യങ്ങളുണ്ട്, മനസ്സമാധാനമില്ല. എത്ര ആൾക്കാർ അനുഭവിക്കുന്നു, എത്ര വലിയ പൈസക്കാരെല്ലാം ഉണ്ട്, സമാധാനം കിട്ടണില്ല. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. നാളെ പരലോകത്ത് നാം അവരെ കണ്ണു കാണാത്തവരായി, അന്ധന്മാരായിട്ട് കൊണ്ടുവരും. മഹ്ശറായിൽ ഒരു കൂട്ടം ആളുകൾ കണ്ണില്ലാത്തവരാണ്. എന്തായിരിക്കും അവസ്ഥ? ഖാല റബ്ബി ലിമ ഹശർതനി അഅമാ വഖദ് കുൻതു ബസീറാ. പടച്ചവനെ, എനിക്ക് ഭൂമിയിൽ കണ്ണുകൾ ഉണ്ടായിരുന്നല്ലോ, നീ എന്തേ എനിക്കിവിടെ കണ്ണുകൾ തരാത്തത്? ഖാല കദാലിക അതത്ക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. എൻ്റെ ദൃഷ്ടാന്തങ്ങളും എൻ്റെ ഖുർആനും നിന്നെ ഓതി കേൾപ്പിക്കപ്പെട്ടപ്പോൾ അത് വേണ്ടെന്ന് വെച്ചവനല്ലേ നീ? അതുകൊണ്ട് നിന്നെ ഞാനിവിടെ മറന്നിരിക്കുന്നു, നിനക്ക് കണ്ണുകളില്ല എന്ന് സർവേശ്വരൻ അവർക്ക് മറുപടി പറയുന്നുവെന്ന് പരിശുദ്ധ ഖുർആൻ. മഹാനായ നബി തങ്ങൾ അതുകൊണ്ടാണ് പറയുന്നത് അബൂദർ റളിയല്ലാഹു അൻഹുവിനോട്, അബൂദറേ, സ്വല്ലി റക്അതൈനി ഫീ ദുൽമത്തിൽ ലൈലി ലിദുൽമത്തിൽ ഖുബൂർ വതസദ്ദഖ ബിസദഖത്തിൻ അലൽ മിസ്കീനി ലിഹൗലി യൗമിൻ നുശൂർ. ഇതൊരു ആത്മീയ സദസ്സാണ്. നല്ല നല്ല ആത്മീകമായ ചിന്തകൾ നമുക്ക് പങ്കുവെക്കാൻ കഴിഞ്ഞാൽ, അത് സ്വീകരിക്കാനും ജീവിതത്തിൽ പകർത്താനും കഴിഞ്ഞാൽ അതൊരു വലിയ സൗഭാഗ്യം.
അബൂദർ റളിയല്ലാഹു അൻഹുവിനോട്, ഗിഫാർ ഗോത്രത്തിന്റെ നേതാവിനോട്, അബൂദർറെ സ്വല്ലി റക്അതൈനി ഫീ ദുൽമത്തിൽ ലൈലി ലിദുൽമത്തിൽ ഖുബൂർ. അബൂദർറെ, ഖബറിന്റെ ഉള്ളിലെ ഇരുട്ട് വരാനുണ്ട്. അല്ലാഹു നമുക്ക് അവിടൊക്കെ വെളിച്ചം നൽകട്ടെ. ഇന്ന് മരിച്ചു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. നമ്മളൊക്കെ പോയി കിടക്കൂലേ? ഉറപ്പല്ലേ? ഒരു സംശയമില്ലല്ലോ. മണ്ണ് പോയി കിടക്കും. ഉറപ്പുള്ള വീട് അത് മാത്രമേ ഉള്ളൂ. അവിടെ നമ്മൾ പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. അവിടെ ഇരുട്ടാണ്. സ്വല്ലി റക്അതൈനി ഫീ ദുൽമത്തിൽ ലൈൽ. അബൂദർറെ, എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ രാത്രിയുടെ ഇരുട്ടിൽ നിങ്ങൾ 2 റക്അത്ത് സുന്നത്ത് തഹജ്ജുദ് നിസ്കരിക്കണമേ. ലിദുൽമത്തിൽ ഖുബൂർ. എന്തിനാണെന്നറിയോ? ഖബറിൻ്റെ ഉള്ളിൽ ഇരുട്ടാണ്. ആ ഇരുട്ടിന് പകരമായി അവിടെ വെളിച്ചം കിട്ടാൻ ദുന്യാവിലെ ഇരുട്ടത്ത് 2 റക്അത്ത് നിസ്കരിക്കണമെന്ന് പറഞ്ഞാൽ ആൾക്കാർ ഉറങ്ങുമ്പോൾ സുബഹിൻ്റെ മുമ്പ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുതഅല്ലിമീങ്ങൾ സുബഹിൻ്റെ മുമ്പുള്ള വെറുതോ തഹജ്ജുദോ ഇല്ലെങ്കിൽ ഇൽമിൽ ഇന്തിഫാഅൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഡിഗ്രിയൊക്കെ വാങ്ങി നമുക്കൊക്കെ പോകാം. നമ്മളൊക്കെ മുലയമാനെന്ന് പറഞ്ഞ് നടക്കാന്നല്ലാണ്ട് അതുകൊണ്ട് ഫലം ഉണ്ടാവില്ല എന്ന താലിബു ഇൽമിൻ ലൈസ ലഹു വിർദ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയാം, ഒരു മുതഅല്ലിം അഹ്മദ് എന്നവരുടെ റളിയല്ലാഹു തആല അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഇമാമുൽ മുഹദ്ദിസീൻ വീട്ടിലേക്ക് ഒരു ശിഷ്യൻ പാർക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു ജഗ്ഗിൽ വെള്ളം കൊണ്ടുപോയി കൊടുത്തു. കുട്ടി കിടക്കുന്ന റൂമിൻ്റെ മുമ്പിൽ വെച്ചു കൊടുത്തു. സുബഹിൻ്റെ മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുകയാണെങ്കിൽ വെള്ളം എവിടെയെന്ന് അന്വേഷിച്ച് നടക്കണ്ട. എന്നൊരു ജഗ്ഗിൽ വെള്ളം വെച്ചു കൊടുത്തു, ഒളു കൊടുക്കാനുള്ള വെള്ളം. സുബഹിക്ക് മഹാനവറുകൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങി വന്നപ്പോൾ ആ ജഗ്ഗിലെ വെള്ളം അനങ്ങിയിട്ടില്ല. അപ്പോൾ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നിട്ട് യാ അല്ലാഹ് സുബ്ഹാനല്ലാഹ് താലിബു ഇൽമിൻ ലൈസ ലഹു വിർദുൻ മിനൽ ലൈൽ. ഇൽമു പഠിക്കണ മക്കൾക്ക് തഹജ്ജുദ് ഇല്ലല്ലേ, എന്താ കാര്യം എന്ന് ചോദിച്ചു. സുബ്ഹാനല്ലാഹ്, താലിബു ഇൽമിൻ ലൈസ ലഹു വിർദുൻ മിനൽ ലൈൽ. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മുതഅല്ലിമീങ്ങളൊക്കെ ഇരിക്കുന്ന സദസ്സായതുകൊണ്ട് സൂചിപ്പിക്കാൻ, അല്ലാഹു നമുക്കതിൻ്റെ തൗഫീഖ് നൽകട്ടെ. സ്വല്ലി റക്അതൈനി ഫീ ദുൽമത്തിൽ ലൈലി ലിദുൽമത്തിൽ ഖുബൂർ. അബൂദർറെ, ഖബറിന്റെ ഇരുട്ട് വരാനുണ്ട്. അതിന്റെ മുമ്പ് രാത്രിയിലെ ഇരുട്ടുകളിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണേ. വതസദ്ദഖ ബിസദഖത്തിൻ അലൽ മിസ്കീൻ ലിഹൗലി യൗമിൻ നുശൂർ. അല്ലാഹു പുനർജന്മം നൽകുന്ന ഖിയാമത്ത് നാളിൽ ഒരുപാട് ഭയാനകതകൾ കാണാനിരിക്കുകയാണ് നമ്മൾ. ഒരുപാട് പ്രയാസങ്ങൾ. ആ പ്രയാസങ്ങൾ ലഘൂകരിച്ച് കിട്ടാൻ വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി ധർമ്മം ചെയ്യണേ. എന്താ പറഞ്ഞത്? പാവപ്പെട്ടവർക്ക്, മിസ്കീന്മാർക്ക് സഹായം ചെയ്യുക. ആരും അറിയണ്ട. അന്ന് പത്രത്തിൽ കൊടുക്കണ്ട, ഫോട്ടോ എടുക്കൊന്നും വേണ്ട, കൊടുത്തു പോരാ. നിങ്ങൾ കൊടുത്താരാ നിങ്ങളൊന്നും അറിയണ്ട, വാങ്ങിച്ചാളാരാന്ന് നിങ്ങൾക്കും അറിയണ്ട. മിസ്കീനാണെന്നറിഞ്ഞു, അത് കൊടുത്തു. തസദ്ദഖ ബിസദഖത്തിൻ അലൽ മിസ്കീൻ ലിഹൗലി യൗമിൻ നുശൂർ. നമ്മുടെ കുട്ടികൾ ബക്കറ്റായിട്ട് വരുന്നുണ്ട്, അതൊരു സ്വതക്കയാണ്. നല്ല ഒരു സ്വതക്ക കൊടുക്കുക. നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിലേക്കൊക്കെ നിങ്ങളുടെ സഹായം എപ്പോഴും വേണം. വീട്ടിലൊക്കെ വല്ല കല്യാണമോ ഫംഗ്ഷനോ ഒക്കെ ഉണ്ടാകുമ്പോഴേ നമ്മൾ പറയാം, പണ്ടൊക്കെ അങ്ങനെയല്ലേ, എത്തിങ്ങാനിലെ കുട്ടിക്ക് നമ്മളെ വക ചോറ്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ കല്യാണമൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു 10 കിലോ നമ്മൾ ദാറുൽ ഇർഷാദിലേക്ക് കൊടുക്കുക. കുട്ടികളും സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കട്ടെ. എന്താ റാഹത്തായിരിക്കും അല്ലേ? മക്കൾക്ക്, മുതഅല്ലിമീങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കാൻ നേർച്ചയാക്കുക. അള്ളാഹു വലിയ പുണ്യമുള്ള കാര്യമാണത്. ഇൽമു പഠിക്കുന്നവർക്ക്. നമുക്കൊന്നും ഇൽമു പഠിക്കാനായില്ല, പഠിക്കുന്ന മക്കൾക്ക് ഭക്ഷണം കൊടുത്തൂടെ അല്ലേ? ഇവിടെ 50-ലേറെ ഹാഫിളുകളായി ചെറിയ മക്കൾ, 9 വയസ്സ് മുതൽ ഹിഫ്ളിന് വരുന്ന മക്കളുണ്ട് ഇവിടെ. മാഷാ അല്ലാഹ്. 200 മുതഅല്ലിമീങ്ങൾ വേറെയും. അപ്പോൾ അല്ലാഹു തആല ഇതിനോടൊക്കെയുള്ള സഹകരണം വലിയ അമലായിട്ട് അല്ലാഹു സ്വീകരിക്കും. അല്ലാഹു സ്വീകരിക്കട്ടെ. സ്വല്ലി റക്അതൈനി ഫീ ദുൽമത്തിൽ ലൈലി ലിദുൽമത്തിൽ ഖുബൂർ വതസദ്ദഖ ബിസദഖത്തിൻ അലൽ മിസ്കീൻ ലിഹൗലി യൗമിൻ നുശൂർ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഹബീബായ നബി തങ്ങൾ അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണയുടെ, ഓർമ്മയുടെ പ്രാധാന്യം പഠിപ്പിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള ഓർമ്മ വേണം. സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹിസ്സലാം, അല്ലാഹു കാറ്റിലൂടെ സഞ്ചരിക്കാൻ മുഅ്ജിസത്ത് നൽകിയ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, റൈറ്റ് ബ്രദേഴ്സിൻ്റെ ഒക്കെ മുമ്പ് അബ്ബാസ് ബിൻ ഫർനാസ് ചിറകുകളുണ്ടായി മലമുകളിൽ നിന്ന് ചാടുന്നതിൻ്റെയൊക്കെ മുമ്പ് ഇഅ്ജാസ് കൊണ്ട് കാറ്റിലൂടെ സഞ്ചരിച്ച മഹാനാണ് സുലൈമാൻ അലൈഹിസ്സലാം. കാറ്റിലിരുന്നാൽ മതി. സുലൈമാൻ നബി മാത്രമല്ല, വീട്ടുകാരും മക്കളും സൈന്യവും ജിന്നുകളും ഒക്കെ ഇരുന്നിട്ട്
അതാ പിന്നീട് നമ്മുടെ എന്താ പറയുക മാജിക് കാർപ്പറ്റ് എന്നൊക്കെ പിന്നീട് വന്നത്. കാറ്റൊരു കാർപ്പറ്റ് പോലെ അള്ളാഹു മാറ്റി കൊടുക്കും, ഇരുന്നാൽ മതി. ഒരു മാസം യാത്ര ചെയ്യേണ്ട ദൂരം രാവിലത്തെ ഒരു ട്രിപ്പിലൂടെ ചെല്ലുന്നതാണ്. അത്രയും സ്പീഡിൽ കാറ്റിലൂടെ സഞ്ചരിച്ചിരുന്ന മഹാനാണ് പ്രവാചകൻ നബിയുല്ലാഹി സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹിസ്സലാം. അവരുടെയൊക്കെ നാട് ഫലസ്തീനാണ്. ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ ഖബർ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. അത് ഫലസ്തീനിലാണ്. മസ്ജിദുൽ അഖ്സൻ്റെ അഖ്സ പള്ളിയിൽ നിന്ന് ഇറങ്ങിയാൽ ഒരു കിലോമീറ്ററിൻ്റെ താഴെ നടന്നു ചെന്നാൽ നമുക്ക് കാണാൻ കഴിയും ദാവൂദ് നബി അലൈഹിസ്സലാം. സുലൈമാൻ നബി അലൈഹിസ്സലാം അന്ന് ഇന്ത്യയിലേക്ക് ഉരീദുൽ ഹിന്ദ്, എനിക്ക് ഇന്ത്യയിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ത്യ എന്നും ഒരു വലിയ സാംസ്കാരിക പൊലിമയുള്ള ഒരു നാടാണ്. ഇന്ത്യയിലേക്ക് എനിക്ക് വരണം സുലൈമാൻ നബി അലൈഹിസ്സലാം. ആ കാറ്റിൽ സുലൈമാൻ നബിയും പരിവാരങ്ങളും ആയിരക്കണക്കിന് പട്ടാളങ്ങളും ഒരുമിച്ചുള്ള യാത്രയാണ്. എന്നൊക്കെ ഇതിന് ജംബോ വിമാനങ്ങളൊക്കെ പറയണ്ടില്ലേ, 380 ഡബിൾ ഡക്കറൊന്നും അത് കൊള്ളൂല, വലിയൊരു സൈന്യമാണ് പോരുന്നത്. സുബ്ഹാനല്ലാഹ്. അവർ ഇന്ത്യയിലേക്ക് വരികയാണ്. അപ്പോൾ വരുന്ന വഴിയിൽ ഏതോ ഒരു നാട് കർഷകൻ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വെയിലത്താണ്. സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെയും സൈന്യത്തിൻ്റെയും ആ വരവ് കണ്ടപ്പോൾ, വല്ലാത്തൊരു വരവ് കണ്ടപ്പോൾ, അദ്ദേഹം സുലൈമാൻ നബി അലൈഹിസ്സലാമും അനുയായികളും സൂര്യൻ്റെ വെളിച്ചത്തിന് മറയായി വന്ന് ഒരു മേഘം തണലിട്ട പോലെ കർഷകൻ വെയിൽ ഉള്ള നേരത്തെ പെട്ടെന്നങ്ങ് വെയിൽ ഒരല്പനേരത്തേക്ക് തണലായി മാറിയപ്പോൾ നോക്കിയത് എന്ത് പെട്ടെന്നൊരു മേഘം വന്നോ? നോക്കുമ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാമും പരിവാരങ്ങളും പോവാണ്. അദ്ദേഹം പറഞ്ഞു, സുബ്ഹാനല്ലാഹ് ലഖദ് ഊതിയ ആലു ദാവൂദ മുൽക്കൻ അളീമാ. വളരെ സ്വഹീഹായ സംഭവമാണിത്. സുബ്ഹാനല്ലാഹ് ലഖദ് ഊതിയ ആലു ദാവൂദ മുൽക്കൻ അളീമാ. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. മുസ്ലിം അങ്ങനെയാണ്. ഒരു മുഅ്മിൻ, ഒരു വിശ്വാസി ഒരു അത്ഭുതം കണ്ടാൽ സുബ്ഹാനല്ലാഹ് എന്നാ പറയേണ്ടത്. സന്തോഷമുണ്ടാകും അൽഹംദുലില്ലാഹ്. കണ്ണഞ്ചിപ്പിക്കുന്നത് കാണുമ്പോൾ മാഷാ അല്ലാഹ്. അപകടങ്ങളോ പ്രയാസങ്ങളോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ കർഷകൻ പറഞ്ഞു പോയി, സുബ്ഹാനല്ലാഹ് ലഖദ് ഊതിയ ആലു ദാവൂദ മുൽക്കൻ അളീമാ. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല മുഅ്ജിസത്തായിട്ട് കേൾക്കാനുള്ള കഴിവ് വളരെ കൂടുതലാണ്. 2 ഉറുമ്പുകൾ സംസാരിച്ചത് സുലൈമാൻ നബി അലൈഹിസ്സലാം കേട്ടത് ഫതബസ്സമ ളാഹികം മിൻ ഖൗലിഹാ, സൂറത്തുൻ നംലിൽ. ഈ കർഷകൻ പറഞ്ഞ സുബ്ഹാനല്ലാഹ് ആര് കേട്ടു? സുലൈമാൻ നബി അലൈഹിസ്സലാം. ഇഹ്ബിസ്, നമ്മുടെ ലാൻഡ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അതിൻ്റെ ലാൻഡിങ് വളരെ ശുദ്ധമായ ഖുർആൻ റുഖാഅൻ ഹൈസു അസ്വാബ്. ഒരു ലാൻഡിങ് മൊഡ്യൂൾ വേണമെന്ന്. ഫ്ലൈറ്റുകളൊക്കെ ലാൻഡ് ചെയ്യുമ്പോൾ സ്പീഡ് കുറക്കും, കുത്തിനെ ഇറക്കാൻ പറ്റില്ലല്ലോ. എന്ത് എമർജൻസി ലാൻഡിങ് ആണെങ്കിലും ഭൂമിയിലേക്ക് എത്തുമ്പോൾ സ്പീഡ് കുറക്കണ്ടേ. സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ യാത്ര അങ്ങനെയായിരുന്നു എന്നാണ് ഖുർആൻ. റുഖാഅൻ ഹൈസു അസ്വാബ്. ലാൻഡ് ചെയ്യുന്ന സമയത്ത് സ്ലോലി, മെല്ലെയാണ്. ഞാൻ അതിൽ വസ്വാസായിട്ട് ആരും ആ ഇജാസിനെ നിഷേധിക്കേണ്ടതാണ്. അത് അല്ലാഹു തആല ലാൻഡ് ചെയ്യുമ്പോൾ മെല്ലെയാണ് അത് ലാൻഡ് ചെയ്യാന്ന്. റുഖാഅൻ ഹൈസു അസ്വാബ്. ഇവിടെ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു, ഇറങ്ങി. അപ്പോൾ കർഷകനെ കൂടി വന്നു, യാ അല്ലാഹ്, സുലൈമാൻ നബി അലൈഹിസ്സലാമും പരിവാരങ്ങളും തൻ്റെ കൃഷിയിടത്തിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം അടുത്തേക്ക് വിളിച്ചു, നിങ്ങളിപ്പോൾ എന്തോ പറഞ്ഞല്ലേ, എന്താ പറഞ്ഞത്? നിങ്ങളുടെ ഈ പോക്ക് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് ലഖദ് ഊതിയ ആലു ദാവൂദ മുൽക്കൻ അളീമാ. ദാവൂദ് നബിന്റെ കുടുംബത്തിന് അല്ലാഹു ഏറ്റവും വലിയ അധികാരമാണല്ലോ നൽകിയത് എന്ന് ഞാൻ പറഞ്ഞു. സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു ചെറിയ ദഅവത്ത് നടത്താൻ അവിടെ പറഞ്ഞു, പിന്നെ ഈ പൈസയും പത്രാസൊന്നും വലിയ സംഭവമല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഫവല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഖൗലുക സുബ്ഹാനല്ലാഹി അഅ്ളമു മിമ്മാ ഊതിയ ആലു ദാവൂദ്. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കുടുംബത്തിന് അല്ലാഹു നൽകിയ എല്ലാ സമ്പത്തിനേക്കാളും വലുത് നിങ്ങൾ മനസ്സറിഞ്ഞു പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അതാണ് ഈ അധികാരത്തെക്കാളും ഈ സഞ്ചാരത്തെക്കാളും ഈ വായുവിലെ യാത്രയെക്കാളും ഒക്കെ വലുത് നിങ്ങൾ പറയുന്ന സുബ്ഹാനല്ലാഹയാണ്. ഇപ്പം മഗ്രിബോടെടുക്കുന്ന സമയമാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം
ബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കേണ്ട സമയമാണിത്. സുബ്ഹാനല്ലാഹ്. നമുക്കത് ചിന്തിക്കാറുണ്ട്. ഇപ്പോൾ ഒരു ചർച്ചയും വർത്തമാനമായിട്ട് ദിക്റൊന്നുമില്ല. ഹബീബായ നബി തങ്ങളോട് ഒരാൾ വന്ന് ചോദിച്ചുവല്ലോ, നബിയെ ലഖദ് കസുറത്ത് ശറാഇഉൽ ഇസ്ലാം ഫദുല്ലനി അലാ അമലിൻ അതസബ്ബതു ബിഹി. നബിയെ, ഒരുപാട് കാര്യങ്ങളൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല, ഏതെങ്കിലും ഒരു കാര്യം നിത്യമായി കൊണ്ടു നടക്കാൻ ഒരു നല്ല കാര്യം പറഞ്ഞു തരണേ. അല്ലാഹുവിൻ്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി ആണിനും പെണ്ണിനും ഒക്കെ ജീവിതത്തിൽ കൊണ്ടു നടക്കാം. തങ്ങൾ എന്താ പറഞ്ഞത്? ലാ യസാലു ലിസാനുക റത്ബം മിൻ ദിക്രില്ലാഹ്. നിങ്ങളുടെ നാവ് അല്ലാഹുവിൻ്റെ സ്മരണയിൽ നനഞ്ഞുകൊണ്ടിരിക്കട്ടെ. നാവ് ഇങ്ങനെ നനഞ്ഞുകൊണ്ടിരിക്കുക, ഉണങ്ങരുത് എന്ന് പറഞ്ഞാൽ ഏത് സമയവും നാവിൽ ലാ ഇലാഹ ഇല്ലല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബറും. ഇങ്ങനത്തെ ഒരാളെക്കാളും വലിയൊരു മുതലാളി ലോകത്ത് വേറെല്ല. മറ്റൊരു കയ്യിൽ പൈസ ഉള്ളൂ, മനസ്സമാധാനം നിങ്ങളുടെ കയ്യിലാണ്, അള്ളാഹുവിൻ്റെ പൊരുത്തം നിങ്ങളുടെ കയ്യിലാണ് ആ നേരത്തെ. അതുകൊണ്ട് ലാ യസാലു ലിസാനുക റത്ബം മിൻ ദിക്രില്ലാഹ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് നാവ് നനഞ്ഞിരിക്കട്ടെ എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചു കൊടുത്തു. സത്യവിശ്വാസികളെ, ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ബനു ഇസ്രായേലിൽപ്പെട്ട ഒരാൾ കണ്ണാടിയിലേക്ക് നോക്കിയപ്പോൾ തൻ്റെ പ്രായാധിക്യത്തിൻ്റെ ചുളിവും വളവും നരയും ക്ഷീണവുമൊക്കെ മുഖത്ത് തെളിഞ്ഞപ്പോൾ 40 വർഷം അള്ളാഹുവിനെ അനുസരിക്കാതെ ജീവിച്ച ഒരു മനുഷ്യൻ 40 വർഷം അള്ളാഹുലേക്ക് തിരിഞ്ഞു നടക്കാനുള്ള ഒരു അവസരമുണ്ടായ ഒരു മഹാനുഭാവൻ 40 കൊല്ലത്തെ എല്ലാവിധ ദുൽമും അദ്ദേഹത്തിൻ്റെ എല്ലാവിധ തിന്മകളും ഓർത്തുകൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചു, യാ റബ്ബ്, അള്ളാഹുവേ, അതഖ്ബലുനി ഇദാ ഉദ്തു ഇലൈക. അള്ളാഹുവേ, ഞാൻ നിന്നിലേക്ക് തിരിച്ചു വന്നാൽ നീ എന്നെ സ്വീകരിക്കുമോ? ഞാൻ തിരിച്ചു വന്നാൽ എന്നെ സ്വീകരിക്കുമോ? വീട്ടിൽ നിന്ന് നാട്ടി പുറത്താക്കിയ മക്കള് പാപ്പായോട് പൊരുത്തം ചോദിച്ച് വരുന്ന പോലെ അള്ളാഹുവേ, ആരോഗ്യമുള്ള 40 കൊല്ലം കള്ളും പെണ്ണും തോന്നിയാസമൊക്കെ ആയിട്ട് കഴിച്ചു കൂട്ടി, അടിയും പിടിയും കച്ചറയും ഗുൽമാലും ഒക്കെ ആയിട്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് കാര്യമുണ്ട് റബ്ബേ, നീ എന്നെ സ്വീകരിക്കുമോ? അള്ളാഹുവിൻ്റെ മറുപടി വരുന്നു, ഫസമിഅ ഹാതിഫൻ യഹ്തിഫു. ആരോ ഒരാൾ വിളിച്ചു പറയുന്നുണ്ട്, അത്അതനാ ഫഖറബ്നാക വഅസൈതനാ ഫഅംഹൽനാക വഇൻ ഉത്ത ഇലൈനാ ഖബിൽനാക. ഞെട്ടിപ്പോയി. എന്താണ് കേൾക്കുന്നത്? അത്അതനാ ഫഖറബ്നാക. നീ നല്ല ആളായിട്ട് നല്ലവനായി ജീവിച്ചപ്പോ ഖറബ്നാക, നീ എൻ്റെ വളരെ അടുത്തവനായിരുന്നു, നിന്നെ ഞാൻ അടുപ്പിച്ചു. നീ എൻ്റെ ആളായിരുന്നു 40 കൊല്ലം. പിന്നെ അടുത്ത 40 കൊല്ലം ഇയാൾക്ക് 80 വയസ്സാണ്. 40 കൊല്ലം നന്നായി ജീവിക്കുകയും 40 കൊല്ലം വഴികേടിലായി വഴിതെറ്റി ജീവിക്കുകയും ചെയ്ത ആളാണ്. ആദ്യത്തെ കാലം നല്ലത്, പിന്നെ 40 കൊല്ലം അത്ര തന്നെ മോശപ്പെട്ട ജീവിതം. എന്നിട്ടാണ് ഈ ചോദ്യം, റസൂലേ, എന്നെ സ്വീകരിക്കുമോ? അത്അതനാ ഫഖറബ്നാക വഅസൈതനാ ഫഅംഹൽനാക വഇൻ ഉത്ത ഇലൈനാ ഖബിൽനാക. അതാ മറുപടി വന്നത്. അത്അതനാ ഫഖറബ്നാക, നീ എന്നെ അനുസരിച്ച് ജീവിച്ചപ്പോ നീ എൻ്റെ വളരെ അടുത്ത നല്ല ആളായിരുന്നു, നീ എൻ്റെ ഖരീബായിരുന്നു, എൻ്റെ അടുത്ത ആളായിരുന്നു. പിന്നെ നീ ഞാൻ പറഞ്ഞത് കേൾക്കാതെ നടന്നു. ഫഅംഹൽനാക, ആ നേരത്ത് നിന്നെ ഞാൻ മരിപ്പിക്കാതെയും നിന്നെ നശിപ്പിക്കാതെയും നിന്നെ ശിക്ഷിക്കാതെയും നിനക്ക് ഞാൻ അവസരം തന്നു വിടുകയായിരുന്നു. ഞാൻ നിന്നെ ഉപദ്രവിച്ചിട്ടില്ല. 40 കൊല്ലം നീ എന്നെ എന്നെ സ്വീകരിക്കാതെ എന്നെ ഒഴിവാക്കി ജീവിച്ചപ്പോഴേ ഞാൻ നിനക്ക് സാവകാശം തന്നു, നന്നായിക്കോളും. അതുകൊണ്ട് നീ തിരിച്ചു വരികയാണെങ്കിൽ ഞാൻ നിന്നെ സ്വീകരിക്കും കേട്ടോ. അതാണ് മറുപടി വന്നത്. അന്ന് നല്ല ആളായപ്പോൾ എൻ്റെ ആളായിരുന്നു. നീ വഴികേടിലായി ജീവിച്ചപ്പോൾ ഞാൻ നിന്നെ പെട്ടെന്ന് ശിക്ഷിക്കാതെ വെറുതെ വിട്ടിട്ടുണ്ട്. നീ എങ്ങാനും തിരിച്ചു വന്നാൽ ഖബിൽനാക്, ഞാൻ നിന്നെ സ്വീകരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് മറുപടി കൊടുത്തുവെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈമാനിൻ്റെ ഇബാദത്തിൻ്റെ വെളിച്ചം നമ്മൾ എന്തൊക്കെ ടെക്നോളജി, എന്തൊക്കെ ശാസ്ത്രം, ഒന്നും കഥല്ല, അതൊക്കെ വെറുതെ നമ്മൾ രസത്തിനിങ്ങ പറയാൻ തന്നെ.
കാര്യം കിടക്കുന്നത് അള്ളാഹുവിൻ്റെ സ്മരണയിലാണ്, അതേ കാര്യം ഉണ്ടാവുള്ളൂ. അല്ലാത്തതൊക്കെ ദുന്യാവിൻ്റെ മുഖമ്മിലാത്തുകളാണ്, അങ്ങനെയൊക്കെ പറയാം. പക്ഷേ രക്ഷപ്പെടാൻ ഇതേ ഉള്ളൂ. ലൻ യസ്ലുഹ ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലുഹ ബിഹി അവ്വലുഹാ. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു ഫുഖഹാ ഉസ്സബ്അ എന്ന് പറയുന്ന മദീന കണ്ട 7 ഫുഖഹാക്കളിൽപ്പെട്ട മഹാൻ, സയ്യിദു താബിഈൻ എന്ന് ശിബ്ഹുൽ ഇജ്മാ, ഉലമാഇന്റെ മുഴുവൻ ഇജ്മാ അല്ല, എന്നാലും ശിബ്ഹു ഇജ്മാഇൽ ഉലമാ, സയ്യിദു താബിഈൻ എന്ന് പറയുന്ന സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു വഫാത്താകാൻ കിടക്കുമ്പോഴേ മോള് വന്ന് കരയാൻ തുടങ്ങിയപ്പോൾ മോളോട് പറഞ്ഞു, മോളെ ലാ തബ്കി, മോളെ കരയല്ലേ. വല്ലാഹി മാ അദ്ദന മുഅദ്ദിനുൻ മിൻ 40 സന ഇല്ലാ വഅന ഫീ മസ്ജിദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മോളെ 40 കൊല്ലം വാങ്ക് വിളിച്ച വാങ്കിന്റെ വിളിയാളം റസൂലുള്ളാഹിന്റെ പള്ളിയിൽ നിന്ന് ഹയ്യ അലസ്സലാ എന്ന് കേൾക്കുമ്പോൾ ആ പള്ളിയിൽ ചെന്ന് 40 കൊല്ലം ഒരു വക്ത് പോലും ഒരു തക്ബീറത്ത് പോലും നഷ്ടപ്പെടാതെ ഇമാമിൻ്റെ നേരെ പിന്നിന്ന് നിസ്കരിക്കാൻ ഭാഗ്യമുണ്ടായ വാപ്പയാണ് മോളെ. ആ ഒരു സന്തോഷം വാപ്പാക്കുണ്ട്, മോള് സങ്കടപ്പെടല്ലേ. 40 കൊല്ലം. സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനായ ഇമാം അഅ്മശ് എന്നവർ ഇതുപോലത്തെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, 50 സന. ഇമാം അഅ്മശ് എന്നവർ 50 കൊല്ലമാണ് ധൈര്യമായിട്ട് പറഞ്ഞത്, ഒരു വക്ത് പോലും വിട്ടുപോകാതെ കണ്ടിന്യൂസ് ആയിട്ട് 50 കൊല്ലം. മാ ഫാതത്നി തക്ബീറത്തുൽ ഇഹ്റാമി ഫിൽ ജമാഅ 50 സന എന്ന് മഹാനായ അഅ്മശ് എന്നവർ പറയാറുണ്ട്. ഇതൊക്കെ ജീവിതത്തിൻ്റെ വലിയ സമ്പാദ്യമാണ്. ഇതൊക്കെ നമ്മളെന്താ പറയുക, നമ്മൾ അവിടെ ബിൽഡിംഗ് എടുത്ത്, ഇവിടെ സ്ഥലമുണ്ട്, അവിടെ കച്ചവടമുണ്ട്, ഒന്നുമില്ല. അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയും, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ തഫ്രിഖത്തിൽ ഖുലൂബ്. ഒരു സ്വഹാബിയുടെ ദുആയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ തഫ്രിഖത്തിൽ ഖുലൂബ്. പടച്ചവനെ, ഹൃദയം ഛിന്ന ഭിന്നമായി പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു റബ്ബേ. അപ്പോൾ അസ്ഹാബ് ചോദിച്ചു, യാ അബൂദർദാ, അബൂദർദായെ എന്താണ് ഈ പ്രാർത്ഥന? തഫ്രിഖത്തുൽ ഖുലൂബ്, നിങ്ങൾ ഒരാളിൻ്റെ ഹൃദയം, നിങ്ങളുടെ ഹൃദയം ഛിന്ന ഭിന്നമാവുക എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ആ മഹാൻ പറഞ്ഞു, അയ്യകൂനലി മാലുൻ ഫീ കുല്ലി വാദിൻ, എല്ലാ താഴ്വരയിലും എൻ്റെ ഷോപ്പുകൾ ഉണ്ടാവുക, എല്ലായിടത്തും എനിക്ക് ബിസിനസ്. അങ്ങനെ വരുമ്പോൾ എൻ്റെ മനസ്സ് ആ ഓരോരോ ബിസിനസ്സിലേക്കും എൻ്റെ മനസ്സ് കൊടുക്കേണ്ടി വരും. പിന്നെ എപ്പോഴാണ് എനിക്ക് അള്ളാഹുവിൻ്റെ മനസ്സ് കൊടുക്കാൻ നേരമുണ്ടാവുക? ഇവിടെ ബിസിനസ്, അവിടെ ബിസിനസ്, നാട്ടിലെ അപ്പുറത്ത് ഇപ്പുറത്ത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ തഫ്രിഖത്തിൽ ഖുലൂബ്, എൻ്റെ ഹൃദയം നിന്നിലേക്ക് മാത്രം നൽകാൻ കഴിയാത്ത വിധം ദുന്യാവ് കൊണ്ട് നമ്മളങ്ങ് ബിസിയായി പോവുക. ഏത് നേരവും കച്ചവടത്തിൻ്റെ തിരക്ക്, ആ തിരക്കിൽ നിന്ന് മാറിയിട്ട് അള്ളാഹുവിലേക്ക് കൊടുക്കാൻ സമയമില്ലാതെ വരുന്നത്, ഇത് മനുഷ്യന് വരുന്ന ഏറ്റവും വലിയ പരീക്ഷണമാണത്രേ. വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. പരിശുദ്ധ ഖുർആൻ യമനിന്റെ ചരിത്രം പറയുന്നുണ്ട്. ലഖദ് കാന ലിസബഇൻ ഫീ മസ്കനിഹിം ആയ ജന്നതാനി അൻ യമീനിൻ വശിമാൽ കുലൂ മിൻ റിസ്ഖി റബ്ബികും വഷ്കുറൂ ലഹു ബൽദത്തുൻ ത്വയ്യിബത്തുൻ വറബ്ബുൻ ഗഫൂർ. യമൻ മുസ്ലിമീങ്ങളുടെ ഈമാനിന്റെ വെളിച്ചത്തിന്റെ ഇൽമിന്റെ ഫിഖഹിന്റെ അൽ ഈമാനു യമാനിൻ വൽ ഫിഖ്ഹു യമാനിൻ വൽ ഹിക്മതു യമാനിയ എന്ന് നബി തങ്ങൾ പറയാറുണ്ട്. ഈമാൻ യമനികളുടേതാണ്, ഫിഖ്ഹ് യമനികളുടേതാണ്, ഹിക്മത്ത് യമനികളുടേതാണ്. അൽ ഈമാനു യമാനിൻ. അല്ലാഹു തആല ഒരു കാലത്ത് ഒരുപാട് നിഅമത്ത് കൊടുത്തിരുന്ന നാട്ടുകാര്. ലഖദ് കാന ലിസബഇൻ ഫീ മസ്കനിഹിം ആയ. സബ നാട്ടുകാർ, ഷീബ എന്ന് പറയുന്ന നാട്ടുകാർ, സബകാർക്ക് അവരുടെ വീടുകളിൽ നാം ദൃഷ്ടാന്തം കൊടുത്തു. എങ്ങനെ സബയിലെ വീടുകൾ എന്നറിയോ? ജന്നതാനി അൻ യമീനിൻ വശിമാൽ. ഓരോ വീടിൻ്റെയും വലതുഭാഗത്ത് ഒരു പൂന്തോട്ടം, പഴങ്ങളുടെ, ഇടതുഭാഗത്തും പൂന്തോട്ടം. ഓരോ വീടിനും ഗാർഡൻ. ആ ഗാർഡനിൽ അവർക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സ് വലതും ഇടതും, ഓരോ വീടിൻ്റെയും വലത്തും ഇടത്തും തോട്ടങ്ങളുള്ള ഒരു നാടായിരുന്നു ഷീബ. ഖുർആൻ പറയാൻ, കുലൂ മിൻ റിസ്ഖി റബ്ബികും വഷ്കുറൂ ലഹു.
ഒരു പെൺകുട്ടി ഒരു കൊട്ടയെടുത്ത് ഇറങ്ങിയാൽ മതി എന്നാ. ആ കൊട്ടയെടുത്തൊരു തോട്ടത്തിൻ്റെ മൂലയിൽ നിന്ന് കൊട്ടങ്ങനെ വെച്ച് നടന്നാൽ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും അവർക്ക് അന്ന് തിന്നാനുള്ള പഴം താനേ വീണിട്ടുണ്ടാവുന്ന ഈ കൊട്ടയിലേക്ക്. പറിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. മുഫസ്സിരീങ്ങൾ പറയാം, അങ്ങനത്തെ ഒരു കാലം യമനിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. കുലൂ മിർ റിസ്ഖി റബ്ബികും വഷ്കുറൂ ലഹ്, നിങ്ങൾ അല്ലാഹു തരുന്ന ഭക്ഷണം തിന്നോളൂ, നിങ്ങൾ അല്ലാഹുവിനെ നന്ദി കാണിക്കണേ. ബൽദത്തുൻ ത്വയ്യിബ വറബ്ബുൻ ഗഫൂർ, നല്ല ഒരു നാട്, കാരുണ്യവാനായ ഒരു പടച്ചവൻ. ഇങ്ങനത്തെ ഒരു അനുഭവം സബഅുകാർക്കുണ്ടായിരുന്നു. സബഅുകാരുടെ കഥ പറയുന്നു പരിശുദ്ധ ഖുർആൻ. ഫഅറദൂ, അല്ലാഹു സമ്പത്ത് കൊടുത്തപ്പോ അവരതിൽ നിന്നൊക്കെ മുഖം തിരിച്ചു കളഞ്ഞു. ഫഅർസൽനാ അലൈഹിം സൈലൽ അരിം, അല്ലാഹു അവരുടെ മേൽ ഘോര ശബ്ദമുള്ള അതിശക്തമായ മലവെള്ളപ്പാച്ചിലുകൊണ്ട് അല്ലാഹു അവരെ നശിപ്പിക്കുകയാണുണ്ടായത്. സൈലൽ അരിം, അവരുടെ മഅരിബ്, സദ്ദു മഅരിബ് എന്ന് പറയുന്ന അണക്കെട്ട് പൊട്ടുകയാണുണ്ടായത്. വെള്ളം കൊണ്ട് അല്ലാഹു ഐശ്വര്യം കൊടുത്തു, ആ വെള്ളം കൊണ്ട് തന്നെ നശിപ്പിക്കുകയും ചെയ്തു. നമ്മൾ കേരളത്തിൽ അനുഭവിച്ചില്ലേ കുറച്ച് മുമ്പ്. സബഅുകാർക്ക് വെള്ളം കൊണ്ട് കൃഷിയും പഴവർഗ്ഗങ്ങളും കൊടുത്തു. ഫഅറദൂ, അവരല്ലാഹുവിനെ നിഷേധിക്കുകയും അല്ലാഹുവിനെ ഓർക്കാതെ ജീവിക്കുകയും ചെയ്തപ്പോ ഫഅർസൽനാ അലൈഹിം സൈലൽ അരിം, അല്ലാഹു തആല അരിം എന്ന് പറയും. അരിം, സൈലുൽ അരിം. അരിം ലഹു അറംറമുൻ കൽ ജൈഷിൽ അരിംറിം. മുഫസ്സിരീങ്ങൾ പറയാം, സൈന്യം വരുമ്പോഴും ശബ്ദമുള്ള പോലെ വെള്ളപ്പാച്ചിലിനൊരു ശബ്ദം ഉണ്ടായിരുന്നു. അണക്കെട്ടങ്ങ് പൊട്ടി, ആ നാട് മുഴുവനും നശിച്ചു. ശുദ്ധ ഖുർആൻ പറയുന്നു, വബദ്ദൽനാഹും ബിജന്നതൈഹിം ജന്നതൈനി ദവാതൈ ഉകുലിൻ ഖംസിൻ വഅസ്ലിൻ വശൈഇൻ മിൻ സിദ്രിൻ ഖലീൽ. പിന്നെ മുൾച്ചെടികളാ ഉണ്ടായത്, ആട്ടങ്ങ പോലെ കയ്പുള്ളതാ പിന്നെ ഉണ്ടായത്. അവർക്കല്ലാഹു ഒരൽപ്പം സിദ്റിന്റെ ഇലകളല്ലാതെ അവരുടെ ആടുമാടുകൾക്ക് കഴിക്കാൻ മറ്റൊന്നും ബാക്കിയില്ലാതെ അല്ലാഹു അവരെ കൊണ്ടുപോയി. ذَلِكَ جَزَيْنَاهُمْ بِمَا كَفَرُوا, അവർ അല്ലാഹുവിന്റെ വിശ്വാസത്തിൽ വീഴ്ച വരുത്തിയപ്പോൾ അല്ലാഹു നൽകിയ ശിക്ഷയാണത്. ذَلِكَ جَزَيْنَاهُمْ بِمَا كَفَرُوا وَهَلْ نُجَازِي إِلَّا الْكَفُورَ. അല്ലാഹുവിനെ നിഷേധിക്കുന്നവർക്കല്ലാതെ ആർക്കാണ് അല്ലാഹു ഇങ്ങനത്തെ ശിക്ഷ നൽകുന്നത്? മുഅ്മിനെ, അല്ലാഹുവിൻ്റെ ശിക്ഷയുടെ ഏറ്റവും വലിയ അടയാളം നമ്മുടെ ഇബാദത്ത്, നമ്മുടെ നിസ്കാരം നമുക്ക് ആനന്ദിക്കാൻ കഴിയാതിരിക്കല ഏറ്റവും വലിയ ശിക്ഷ. അതാണ് ആദ്യത്തെ ശിക്ഷ. ഒരു തെറ്റിന് അല്ലാഹു നൽകുന്ന ശിക്ഷ ഇബാദത്തിൽ രസമുണ്ട്. നിസ്കരിക്കാൻ പോകും മടി. വഇദാ ഖാമൂ ഇല സ്വലാത്തി ഖാമൂ കുസാല. ഒക്കെ അവസാനത്തെ സഫുക്കേ ആളുണ്ടാവുള്ളൂ. ഒന്നാം സഫുക്കും തക്ബീറത്തുൽ ഇഹ്റാമിനും ആളെ കിട്ടൂല. മടിയന്മാരായിട്ട് പള്ളിക്ക് വേണോ, അപ്പോൾ ആർക്കോ വേണ്ടിയിട്ട് നിസ്കരിക്കുന്ന പോലെ ഉമ്മ ചീത്തറിയ ഉസ്താദ്മാർ കാണൂലേ, ഖാമൂ ഇല സ്വലാത്തി ഖാമൂ കുസാല. ഇതൊക്കെ സമയം അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തതിൽ കേട്ടും കണ്ടും ചിലവഴിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഈ ലോകത്ത് നൽകുന്ന ശിക്ഷയാണെന്ന്. ഇബാദത്തിന് ആനന്ദം ഉണ്ടാവില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. വമൻ അറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക. അതുകൊണ്ട് ജീവനും സമ്പത്തും സമ്പാദ്യവും നമ്മുടെ തലമുറയിലെ ആയിരക്കണക്കിന് ആളുകൾ അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് നമ്മിലേക്ക് കൈമാറിയതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിശ്വാസം. അസ്ഹാബുൽ ബദരീങ്ങൾ അടക്കമുള്ള അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബിമാർ, താബിഈകൾ, ശുഹദാക്കൾ നമ്മിലേക്ക് കൈമാറിത്തന്ന ഈമാനാണിത്. അത് നമ്മുടെ നാവിലും നമ്മുടെ കർമ്മങ്ങളിലും നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും ആ അള്ളാഹുവിൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തൗഹീദിൻ്റെ വെളിച്ചം നമ്മുടെ സിരകളിൽ, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ പ്രോജ്വലിക്കട്ടെ. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഈ സ്ഥാപനം അള്ളാഹു ഉന്നതിയിലേക്ക് അള്ളാഹു ഉയർത്തിത്തരികയും ഇവിടുത്തെ ദീനിൻ്റെ ഒരു മഹാഗോപുരമായി അള്ളാഹു ഇതിനെ നിലർത്തിത്തരികയും ചെയ്യട്ടെ. ഈ സ്ഥാപനത്തിൽ